സുധീഷിനെ ബെഡ്റൂമിൽ വെച്ചിട്ട് എങ്ങനെയാണ് കിടക്കുകയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ വരുന്നത്. ചേട്ടൻ വന്ന് കതക് മുട്ടിയിട്ട് പറയുന്നു, എടാ നീ പുറത്ത് വന്ന് കിടക്കുന്നു. അപ്പോഴേക്കും ആങ്ങളെ ചോദിക്കുന്നു, എന്തിനാ ചേട്ടാ, അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞതല്ലേ പ്രേമിച്ച്, എന്നിട്ട് എന്തിനാ അവരെ മാറ്റി നിർത്തണേ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാലും ഒന്നും പറയുന്നില്ല. സോ പിന്നെ പിറ്റേ ദിവസത്തെ ഇതിലും അച്ഛനാണെന്നുണ്ടെങ്കിൽ വേറൊരാളടുത്ത് സംസാരിക്കുമ്പോൾ പറയുന്നു, ഭാര്യമാരോട് ചൊൽപ്പടിക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ കഴുത്തറുത്ത് കൊല്ലാനൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവളോട് പറയുന്നുണ്ട്. പത്തരമാറ്റിൽ വന്നിട്ട് അമ്മയും മോനും ചോദിക്കുന്നു, തുണിയെല്ലാം അലക്കിയിടുന്നുണ്ട്, സകല ജോലിയും ചെയ്യുന്നതുകൊണ്ട് നവ്യ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നതെന്ന്. അപ്പോഴേക്കും അമ്മായി ആണെങ്കിൽ അവനെ ശരിക്കും വഴക്കറിയുന്നുണ്ട്, ഈ ജോലിയെല്ലാം നീയാ ചെയ്യേണ്ടേ, എന്തുകൊണ്ടാണെന്നുള്ളത് നിനക്കറിയാമല്ലോ എന്ന്. ആദർശാണെന്നുണ്ടെങ്കിൽ കട ഇങ്ങനെ താന്നു പോണത് കൊണ്ട് അവന് വലിയ ദുഃഖത്തിലാണ്. പുതിയ ജലജയുടെ മകളും ഭർത്താവും ആണെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അവരെങ്ങനെയാണ് ശരിയാക്കുക, നീ എങ്ങനെയാണ് താഴോട്ടിടുക എന്നൊക്കെ പറഞ്ഞിട്ട്. അനിയാണെങ്കിലും വലിയ വിഷമത്തിലാണ്. അപ്പോൾ AN ജ്വല്ലറിനെ എങ്ങനെ തകർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ എല്ലാ ആലോചന. ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്യുകയാണ് ഇനി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് വരിക എന്ന്.